അല്ല, അത് വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരാൾക്ക് 6 വയസ്സും ഒരാൾക്ക് 3 വയസ്സുമാണ് ഉള്ളത്. അപ്പോൾ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ഇപ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴേ ഈ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഈ നമ്മൾ ഈ കുപ്പായമൊക്കെ ഇട്ടിട്ടേ ജീപ്പിൽ പോണതും, അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചുള്ള എപ്പോഴും ഈ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ആവേശമാണല്ലോ. അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു മെമ്മറി അവരുടെ മനസ്സിലേക്ക് പതിയുന്നതിന് മുമ്പ് തന്നെ മാറുക എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടക്ടറായിട്ടാണ് സർക്കാർ സർവീസിൽ കയറുന്നത്, അതിനുശേഷം ജയിലിലേക്ക് പോകുന്നു, അങ്ങനെ പല വകുപ്പുകളിലേക്ക് പോയി അവസാനമാണ് SI എന്നുള്ളൊരു സ്വപ്നമായിരിക്കുമല്ലോ. അപ്പോൾ അത് ഉപേക്ഷിക്കുകയാണ്. എന്താണ് അപ്പോൾ അതിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുള്ള എന്താണ് ഇനിയുള്ള ഒരു പ്ലാനുകൾ? അല്ല, ജീവിതത്തിൽ നമ്മൾ റിഗ്രറ്റ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞതെല്ലാം എന്താണ്, ഈ കഴിഞ്ഞു പോയതൊക്കെ നമുക്ക് നല്ലതിനാണ്. കാരണം ഇപ്പോൾ ഞാൻ കണ്ടക്ടറായിട്ടാണ് ജോലിക്ക് കയറുന്നത്. കണ്ടക്ടർ 2010 കണ്ടക്ടറായി. പിന്നെ ജയിൽ വകുപ്പിൽ ജോലി ചെയ്തു, റവന്യൂ വകുപ്പിൽ ജോലി ചെയ്തു, എക്സൈസ് വകുപ്പിൽ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തു. പിന്നെയാണ് 2018 പോലീസിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോഴും തിരിഞ്ഞപ്പോൾ ചിലർ പറയും എക്സൈസിൽ നിന്നാൽ പോരായിരുന്നു, അപ്പോൾ അവരൊക്കെ CIമാരായി, അല്ലെങ്കിൽ റവന്യൂ എന്നെങ്കിൽ ഇപ്പോൾ വില്ലേജ് ഓഫീസർ ആരായിരുന്നു. പക്ഷേ അതൊക്കെ ആവേശമായ കാര്യങ്ങളാണ്, അതൊരു കമ്പാരിറ്റീവാണ്. കാരണം നമ്മളിപ്പോൾ അവിടെ ആവോ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മനുഷ്യ ജീവിതമല്ലേ. അപ്പോൾ അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പം യാതൊരു റിഗ്രറ്റും ഇല്ല. ഈ നിമിഷം വരെ എന്തില്ല, എടുത്ത തീരുമാനങ്ങളെല്ലാം പരിപൂർണമായിട്ട് ശരിയായിരുന്നു മാത്രമാണ്. അങ്ങനെ മാത്രമേ ഉള്ളൂ. ഒരു തീരുമാനവും തെറ്റിയിട്ടില്ല ജീവിതത്തിൽ, എല്ലാം കറക്റ്റായിരുന്നു, ഒരു ഇതുമില്ല. ആ കത്തിലെ മറ്റൊരു കാര്യം, അതായത് കൊച്ചു മക്കളെപ്പോലും പലപ്പോഴും ഒരു വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടായതൊക്കെ പറയുന്നുണ്ട്. അല്ല, അത് വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരാൾക്ക് 6 വയസ്സും ഒരാൾക്ക് 3 വയസ്സുമാണ് ഉള്ളത്. അപ്പോൾ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ഇപ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴേ ഈ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഈ നമ്മൾ ഈ കുപ്പായമൊക്കെ ഇട്ടിട്ടേ ജീപ്പിൽ പോണതും, അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചുള്ള എപ്പോഴും ഈ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ആവേശമാണല്ലോ. അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു മെമ്മറി അവരുടെ മനസ്സിലേക്ക് പതിയുന്നതിന് മുമ്പ് തന്നെ മാറുക എന്നുള്ളൊരു സാധനമുണ്ട്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കും എന്താണ് അച്ഛൻ എന്താ ജോലിക്ക് പോകാത്ത. ഇപ്പോൾ അവർക്ക് അവരുടെ മെമ്മറിയിലില്ല. അവരിപ്പം കുറച്ച് കാലം കണ്ട് എൻ്റെ മുഖം 3 വയസ്സില്ല. അപ്പം മോനൊക്കെ കൊച്ചിലേ കണ്ടിട്ടുണ്ട്, പക്ഷേ അവൻ്റെ ഓർമ്മകളിൽ നിന്നൊക്കെ എന്ത് ചെയ്തു പോയി, അത് പോയി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം അവൻ ചോദിക്കാമല്ലോ. പക്ഷേ നമ്മൾ ഇനി ഈ സംവിധാനത്തോട് സമരം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഞാൻ ഇവിടുത്തെ വിവരാവകാശങ്ങൾക്കെല്ലാം തന്നെ വിവരാവകാശ കമ്മീഷനിൽ അതിങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കുവാണ്. കാരണം അതിനുശേഷം വിവരാവകാശ കമ്മീഷനിൽ പെൻഡിങ്ങുള്ള കേസുകളൊക്കെ അവർ തീർത്തു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അച്ചടക്ക നടപടിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തേഞ്ഞിപ്പാല സ്റ്റേഷനിൽ ഞാൻ എത്ര വണ്ടി പിടിച്ചു, ഞാൻ എത്ര മണ്ണുവണ്ടി പിടിച്ചു, എത്ര കല്ലുവണ്ടി പിടിച്ചു എന്ന് വിവരാവകാശം ചോദിക്കണം. അപ്പോൾ അവരുടെ മറുപടി എന്താണ്, ഇതിന് രജിസ്റ്റർ ഇല്ല. യഥാർത്ഥത്തിൽ DGPയുടെ സർക്കുലർ ഉണ്ട്, ഇതിന് രജിസ്റ്റർ സൂക്ഷിക്കണം എന്ന്. പിന്നെ GD എൻട്രി ഉണ്ട്. ഇപ്പോൾ എൻ്റെ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ചോദിച്ചു, ഇയാളെ ഫോൺ സീസ് ചെയ്ത GD എൻട്രി ഉണ്ടോ, അത് തരൂ. അപ്പോൾ അത് തരാൻ പറ്റില്ല. എന്നിട്ട് അവർ വിവരാവകാശ കമ്മീഷനിൽ കരിപ്പൂർ SHO കൊടുത്തൊരു റിപ്പോർട്ടുണ്ട്, എനിക്കെതിരെ ഇന്ത്യയിലെ വിവിധ ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട്, അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല. ഞാൻ ഈ മറ്റേ എന്തോ ഒരു IS സ്വീകരണ പോലെയൊക്കെ അങ്ങനെ വല്ല അന്വേഷണം നടക്കുന്നതായിട്ട് അറിയാവോ? എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല. അതിപ്പോൾ ഞാനിൽ പറഞ്ഞാൽ ചില ദിവസം ഒരു ദിവസം രാത്രി വന്നിട്ട് പോലീസ് രാത്രി രാവിലെ വന്ന് പോലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി വന്ന് കഥകി തട്ടുമ്പോഴായിരിക്കും അറിയുന്നത് നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അതെനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ബോധയിടുമല്ല. കാരണം അതിനകത്ത് ബോധർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണ്, നമ്മൾ എത്ര ബോധർ ചെയ്താലും എന്ത് ചെയ്യും, അത് വരാനുള്ളത് ഇതിന് വന്നുകൊണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു സിസ്റ്റം മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്.